ഹലോ, അപ്പോൾ ആടപ്പിഞ്ചിൻ്റെ ഇന്നത്തെ റെസിപ്പി കേരള സ്റ്റൈൽ ചിക്കൻ പെരട്ടാണ്. ഇത് നമ്മൾ സാധാരണ ചിക്കൻ റെസിപ്പീസിൽ നിന്ന് കുറച്ച് വേറിട്ട രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ വളരെ കുറച്ച് മസാല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പെരട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 1.5 കിലോ ചിക്കൻ്റെ അളവാണ് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 വലിയ സവോള ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വലിയ ഷേപ്പൊന്നും വേണ്ട നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ 2 വലിയ സൈസ് ഇഞ്ചിയുടെ പീസ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 8 തൊട്ട് 9 പച്ചമുളക് വേണം. എനിക്കിവിടെ ഞാൻ നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പിയിൽ എരിവ് മുഴുവൻ പച്ചമുളകിൻ്റേതാണ്. മുളക് പൊടി നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് മുളക് പൊടിയുടെ ടേസ്റ്റാണ് പച്ചമുളകിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ മുളക് പൊടിയുടെ ആ ഒരു കളറൊക്കെ വേണമെങ്കിൽ ഇവിടെ പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാനിവിടെ ഒരു 6 ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടുന്നത് വലിയ സൈസിലുള്ള ഗാർലിക് ആയതുകൊണ്ടാണ് ഞാനിവിടെ 6 എണ്ണം വലുത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തക്കാളിയും കൂടി വേണം. ഈ ഒരു സൈസിലുള്ള നല്ലൊരു പഴുത്ത തക്കാളിയാണ് ഞാൻ ഈ ഒരു 1.5 കിലോ ചിക്കന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു തക്കാളി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ശരിക്കും ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അതായത് ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ ഗാർലിക്കും പിന്നെ സവോളയും കൂടി മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ശരിക്കും ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ നോക്കണേ. ഇപ്പം ഞാനിത് ശരിക്കും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഇഞ്ചിയും ഗാർലിക്കും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞിട്ടതിന് ശേഷം വേണേ അരച്ചെടുക്കാൻ. ഇവിടെ ഇപ്പം നിങ്ങൾ സവോളയ്ക്ക് പകരമായിട്ട് കൊച്ചുള്ളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൊച്ചുള്ളി ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. പിന്നെ ബാക്കിയുള്ള പച്ചമുളകും ഇഞ്ചിയും ഗാർലിക്കും കൂടി ശരിക്കും ഒന്ന് അരച്ചെടുത്താലും മതിയാകും. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് ഞാനിവിടെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കിവിടെ കാഷ്യൂ നട്ടിന് പകരമായിട്ട് തേങ്ങാക്കൊത്താണെങ്കിലും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇത് നമ്മൾ ലാസ്റ്റിൽ, അതായത് ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് ഡ്രൈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു 6 കുഞ്ഞ് പീസ് കറുവപ്പട്ടയും ഒരു 10 ഏലക്കയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റി കൊടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ ഒരു 2 ബേ ലീഫും കൂടി മുറിച്ചിട്ടിട്ട് ഈ ഒരു എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ഡ്രൈ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് അത് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങളിത് മൂടി വെക്കുമ്പോൾ അത് മുഴുവനായിട്ട് മൂടി വെക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിനകത്തെ തന്നെ ആവി കൊണ്ടിട്ട് അതിനകത്തോട്ട് കൂടുതൽ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് വെന്ത് കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് അടച്ചു വെക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണേ അടച്ചു വെക്കാൻ. ഇതേപോലെ. അതുപോലെ തന്നെ ഇത് അരച്ചിട്ടാണ് എടുത്തേക്കുന്നത് കൊണ്ട് ഇത് പയ്യെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമേ. അതുകൊണ്ട് നിങ്ങൾ കയ്യിലൊന്നും പൊള്ളിക്കാതെ വേണേ വഴട്ടിയെടുക്കാൻ. നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളെ തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ നോക്കണം. നമ്മൾ ശരിക്കും അരച്ചിട്ടാണ് ഈ ഒരു സവോള ചൂടെണ്ണയിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ആ ഇട്ട് കൊടുത്തിരുന്ന സവോളയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ശരിക്കും കാരമലൈസ് ആയി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കൈപ്പരസം ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അരച്ച സവോളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു കൈപ്പരസം വരും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലവണ്ണം ബ്രൗൺ കളറായാൽ മാത്രം മതി, അതൊരിക്കലും കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുക്കാം. നമുക്കിതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ചിക്കൻ പെരട്ടിൽ വളരെ കുറച്ച് മസാലപ്പൊടികളെ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും അതേപോലെ തന്നെ ഡ്രൈ സ്പൈസസും നമ്മളിവിടെ ആവശ്യത്തിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ മസാലകൾ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊന്നും ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ചേർക്കുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തേക്കുന്ന ആ ഒരു പച്ചമുളകില്ലേ, അതിൻ്റെ എരിവുമാണ് ഈ ഒരു റെസിപ്പിയിൽ മുമ്പോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ചേർക്കാൻ നോക്കണേ.
ഇതിലോട്ട് ഇനി ഒരു 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗരം മസാലയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതും ശരിക്കും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെയൊക്കെ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. അതേപോലെ തന്നെ തക്കാളി നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിനകത്തോട്ട് ഇട്ടതിന് ശേഷം അത് ശരിക്കും വെന്തലിഞ്ഞ് ആ ഒരു മസാലക്കൂട്ടിൽ ചേരുന്നിടം വരെ നിങ്ങൾ ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ടിട്ട് ഇളക്കിയെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു തക്കാളിയുടെ പച്ച ടേസ്റ്റ് വരും. ഇപ്പം നമ്മൾ ആ ഇട്ട് കൊടുത്തിരുന്ന തക്കാളിയും ശരിക്കും വെന്ത ആ ഒരു മസാലയിൽ ശരിക്കും ചേർന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സമയത്ത് മല്ലിയിലയ്ക്ക് പകരമായിട്ട് കറിവേപ്പില ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ മല്ലിയില ഇടുമ്പം അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കാൻ നോക്കണേ. ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു മസാലക്കൂട്ടും ചിക്കനും കൂടി ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഇച്ചിരി കൂട്ടിയതിന് ശേഷം ആ ഒരു ചിക്കൻ ഒരു ചെറിയൊരു ലൈറ്റ് വൈറ്റ് കളർ ആകുന്നിടം വരെ ഇതിനകത്ത് ശരിക്കും ഇട്ട് ഇളക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു ചിക്കനകത്തുള്ള വെള്ളം തന്നെ ഇറങ്ങി വേണം ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ചിക്കൻ പയ്യെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്ക് തുറന്നിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അതിൽ കൂടുതലൊന്നും ഇളക്കിയിട്ടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു രീതിയിൽ ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് ചിക്കനകത്തുള്ള വെള്ളം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടിക്കോളും. ഇവിടെ ഇപ്പം ചിക്കൻ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ വളരെ ടെൻഡർ ആയതുകൊണ്ട് എനിക്കിവിടെ ഒരു 25 തൊട്ട് 28 മിനിറ്റോളം എടുത്തുള്ളൂ ചിക്കൻ ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നാട്ടിലെ ചിക്കനാകുമ്പോൾ കുറച്ചും കൂടി വേവ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സമയം കൂട്ടി കൊടുക്കാൻ നോക്കണം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചും കൂടി ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതിനകത്തുള്ള ഈ ഒരു ഗ്രേവിയില്ലേ അതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു ചിക്കൻ ഇനി ശരിക്കും റോസ്റ്റ് ആക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ആ ഒരു കാഷ്യൂ നട്ട്സ് ഇല്ലേ ഫ്രൈ ചെയ്തത് അത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസുകളൊന്നും തന്നെ ഉടയാതെ നമുക്ക് പയ്യെ ആ ഒരു ചിക്കൻ്റെ മസാല മുഴുവൻ ആ ചിക്കൻ്റെ എല്ലാ പീസിലും പറ്റിപ്പിടിക്കുന്നിടം വരെ ശരിക്കും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ പയ്യെ ഇളക്കി കൊടുക്കാൻ നോക്കണേ. ഇല്ലെങ്കിൽ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ആ ഒരു ചിക്കൻ ശരിക്കും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ പീസിലും പറ്റി പിടിച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും ആ ഒരു ചിക്കൻ്റെ പല സൈഡുകളിലും ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് ഇനി കൂടുതൽ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കുന്ന സമയത്ത് ശരിക്കും ഡ്രൈ ആയിട്ട് പോകും. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും ഈ ഒരു പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ഡ്രൈ ആക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ തേങ്ങാപ്പാലാണെങ്കിൽ യൂസ് ചെയ്യാം. ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട, വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതേപോലെ തന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇവിടെ മല്ലിയിലയ്ക്ക് പകരമായിട്ട് കറിവേപ്പില ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ ചിക്കൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ നമുക്കൊരു 3-4 മിനിറ്റ് ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ അതെല്ലാം ഞാൻ ശരിക്കും ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ സവോളയൊക്കെ വഴറ്റി ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കേ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു സവോള അരച്ചത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഒത്തിരി നേരം ബ്രൗൺ ആക്കി എടുത്തിട്ട് അത് കരിച്ച് കളയരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെറിയൊരു കയ്പ്പ് രസം വരും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ചിക്കൻ പെരട്ടൊക്കെ ഗീ റൈസിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതിൻ്റെ കൂടെ ഒരു റൈത്തയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട.
എൻ്റെ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ ഈ ഒരു റെസിപ്പിയാണ് ചേച്ചിയൊക്കെ വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു വ്ലോഗ് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കാണിച്ചേക്കുന്ന ഫോട്ടോ ഞാൻ നേരത്തെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ എടുത്തപ്പം ഉള്ള ഫോട്ടോയാണ്. പക്ഷേ ആ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഡിലീറ്റ് ആയി പോയതുകൊണ്ടാണ് ഞാൻ ആ ഒരു റെസിപ്പി പിന്നെയും ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ ഈ ഫോട്ടോ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തേക്കുന്നതിൻ്റെ ഫോട്ടോയാണ്, പക്ഷേ റെസിപ്പി സെയിം ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ആഡപ്പിഞ്ചിൻ്റെ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നിടം വരെ താങ്ക് യു.